പാർട്ടിയുടെ ജീവിക്കുന്ന രക്തസാക്ഷിയായിരുന്നു. പൊതുദർശന സംസ്കാരമടക്കമുള്ള കാര്യങ്ങളുടെ തീരുമാനമായിരുന്നു. ജീവിക്കുന്ന ഒരു രക്തസാക്ഷി എന്ന നിലയിലാണ് കേരളം മുഴുവൻ അറിയപ്പെടുന്നത്. 1994 നവംബർ 25-നാണ് അന്ന് കേരളത്തിൽ അധികാരത്തിലുണ്ടായിരുന്ന UDF ഗവൺമെൻറ്റിൻ്റെ കിരാതമായ പോലീസ് വെടിവെപ്പിൽ പരിക്കേറ്റ് 5 സഖാക്കൾ രക്തസാക്ഷികളാവുകയും പുഷ്പൻ നട്ടെല്ല് തകർന്ന് കിടപ്പിലാവുകയും ചെയ്തു. അങ്ങേയറ്റത്തെ അനിതര സാധാരണമായ വിസ്മയകരമായ മനക്കരുത്തും ഇച്ഛാശക്തിയുമാണ് പുഷ്പൻ പ്രകടമാക്കിയത്. പുഷ്പൻ്റെ വേർപാട് കേരളത്തിലെ യുവജന വിദ്യാർത്ഥി പ്രവർത്തകരെയും അതുപോലെ പുരോഗമന മനസ്സുള്ള എല്ലാവരെയും ദുഃഖത്തിലാക്കിയിട്ടുള്ള സംഭവമാണ്. പുഷ്പൻ്റെ മൃതദേഹം നാളെ കാലത്ത് 8 മണിക്ക് വിലാപയാത്രയായി ജന്മദേശമായ ചൊക്കളിയിലേക്ക് കൊണ്ടുപോകണം എന്നാണ് CPIM-ൻ്റെ കണ്ണൂർ ജില്ലാ നേതൃത്വം ആലോചിച്ചത് എന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സഖാവ് MV ജയരാജൻ ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട്. MV ജയരാജൻ ഉൾപ്പെടെയുള്ള കണ്ണൂർ ജില്ലയിലെ CPIM-ൻ്റെ പ്രധാന നേതാക്കൾ ഇവിടെ ആശുപത്രിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ കൂടി എത്തിയതിന് ശേഷം ആലോചിച്ച് വിലാപയാത്രയും അതുപോലെ ശവസംസ്കാര ചടങ്ങുകളും സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നതാണ്. നാളെ രാവിലെ 8 മണിക്കാണ് ആശുപത്രി സൂചിപ്പിച്ചിട്ടുള്ളത്. രാവിലെ 8 മണിക്ക് ഇവിടുന്ന് വിലാപയാത്രയായി ചുക്കളിയിലേക്ക് പുറപ്പെടണമെന്നുള്ളത്. പറഞ്ഞതുപോലെ തന്നെ ഓരോ പ്രവർത്തകരുടെയും ഊർജമായിരുന്നു അല്ലേ? അതെ, നിശ്ചയമായും അതാണ് സൂചിപ്പിച്ചത്. DYFI രംഗത്തും SFI രംഗത്തും അതുപോലെ വ്യത്യസ്തങ്ങളായ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കുമെല്ലാം ആവേശവും ഊർജ്ജസ്രോതസ്സുമായിരുന്നു സഖാവ് പുഷ്പൻ.